വ്യാജ CD നിർമ്മാണം സിനിമാ മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. എത്ര തടയാൻ ശ്രമിച്ചാലും പുതിയ സിനിമകളുടെ വ്യാജ CDകൾ മാർക്കറ്റിൽ സുലഭമാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി പുതിയൊരു സാങ്കേതികവിദ്യ തയ്യാറായി കഴിഞ്ഞു. ഇതിന്റെ വിപണന സാധ്യത തേടുകയാണ്. തിയേറ്ററുകളിൽ നിന്നും സിനിമയുടെ പകർപ്പെടുക്കുന്നത് തടയാനായി എംബഡഡ് സിസ്റ്റം എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആലപ്പുഴ കായംകുളം സ്വദേശി MG ഗിരീശൻ പുതിയ സംവിധാനത്തിന് രൂപം നൽകിയിട്ട് വർഷങ്ങളായി. ഹാർഡ്വെയർ മാത്രമായിരുന്നു അന്ന് രൂപകൽപ്പന ചെയ്തതെങ്കിൽ ഇവിടുത്തെ സോഫ്റ്റ്വെയർ കൂടി ചേർത്ത് ആന്റി പൈറസി സംവിധാനത്തിന്റെ പുതുക്കിയ രൂപം തയ്യാറാക്കിയിരിക്കുകയാണിപ്പോൾ. തിയേറ്ററിലെ പ്രൊജക്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില രശ്മികൾ പുറപ്പെടുവിക്കും. ക്യാമറ കണ്ണുകളിൽ പക്ഷേ ഈ രശ്മികൾ പതിയുകയും ചെയ്യും. അതിനാൽ ക്യാമറയിൽ സിനിമ പകർത്താൻ ശ്രമിച്ചാൽ വികലമായ ദൃശ്യം മാത്രമേ കിട്ടൂ. ചിത്രത്തിൽ നിറയെ കുത്തുകൾ പ്രത്യക്ഷപ്പെടും. ഈ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രൊജക്ടറിൽ പരിശോധിച്ചിട്ടുമുണ്ട് ഗിരീശൻ. ഇത്തരത്തിൽ തിയേറ്ററിൽ നിന്നും പകർത്തുന്ന ചിത്രങ്ങളിൽ അതത് തിയേറ്ററിന്റെ പേരും പ്രത്യക്ഷപ്പെടാനും സംവിധാനമുണ്ട്. സിനിമാ തിയേറ്ററിന്റെ ഫിലിം സ്ക്രീനിലും പ്രൊജക്ടറിലുമാണ് ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത്, ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രീനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഡിവൈസിന്റെ പ്രത്യേകത മൂലമാണ് നമുക്ക് ആ ബ്ലേഡ് ഇമേജ് ബ്ലേഡായിട്ട് പോകുന്നത്. അതായത് അതൊരു റേസ് ആണ്. ആ റേസ് ഹ്യൂമൻ ഐക്ക് കാണാൻ പറ്റത്തുള്ളൂ, വിസിബിൾ അല്ല. ക്യാമറയിലൂടെ നോക്കുമ്പോൾ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാമറയിൽ നിന്ന് വരുന്ന ലെൻസിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ ഇത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ബ്ലേഡ് ഇമേജ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഒരു തിയേറ്റർ പരിധിയിലെ ടവറുകൾക്ക് കീഴിലുള്ള മൊബൈൽ ഫോണുകളിൽ തിയേറ്ററിനകത്തുള്ള ഫോണുകളും അതുവഴി IMEI നമ്പറും കണ്ടെത്തുകയാണ് സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനത്തിലെ ആദ്യപടി. തിയേറ്ററിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിലെ ദൃശ്യത്തിൽ ഓൺ ആയിട്ടുള്ള മറ്റ് ക്യാമറകളുടെ ലെൻസ് വെളുപളയം പോലെ പ്രത്യക്ഷപ്പെടും. ഇതും ലഭ്യമായ IMEI നമ്പറുകളുള്ള ക്യാമറകൾക്ക് ടവറിൽ നിന്നുള്ള ദൂരവും കണ്ടെത്തി പ്രതിയെത്തുന്ന രീതിയാണ് ഇതിലുള്ളത്. പ്രൊജക്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹാർഡ്വെയർ നീക്കം ചെയ്യുകയോ ഓഫ് ചെയ്തിടുകയോ ചെയ്താൽ അത് ബന്ധപ്പെട്ടവരെ ഇമെയിൽ വഴി അറിയിക്കുവാനുള്ള സൗകര്യവും ഇതിലുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലുണ്ട്. സിനിമാ തിയേറ്ററിൽ നമ്മൾ ഫിലിം കോപ്പി ചെയ്യുമ്പോൾ ഫിലിമിന്റെ ഇമേജ് ക്യാമറയിൽ കാണുന്നില്ല, അതിന് പകരം ബ്ലേഡ് ഇമേജ് ആയിരിക്കും അവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ അപ്പൊ ഈ സിസ്റ്റം തിയേറ്റർ ഉടമകൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിടാം. തിയേറ്റർ ഉടമകളുടെ അനുവാദത്തോടുകൂടി വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അങ്ങനെ ഓഫ് ചെയ്യുന്ന ടൈമിൽ ആന്റി പൈറസി സെല്ലിലേക്കും അല്ലെങ്കിൽ ഇത് സിസ്റ്റം ഡെവലപ്പ് ചെയ്തവരുടെ സെർവറിലേക്കും അതുപോലെ തന്നെ സിനിമാ തിയേറ്ററിന്റെ സെർവറിലേക്കും ഒരു ഇമെയിൽ ചെല്ലുന്നുണ്ട്. ഇത്ര ടൈം വരെ ഈ സിനിമാ തിയേറ്ററുകാർ ഇത് ഓഫ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡ് എല്ലാ സിനിമ മേഖലയിലേക്കും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. അങ്ങനെ കുറെ ഏജൻസികൾ അവിടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംവിധാനം തിയേറ്ററുകളിൽ സ്ഥാപിക്കാൻ 5 മുതൽ 10 ലക്ഷം രൂപ വരെ ചെലവ് വരും. ആന്റി പൈറസി സാങ്കേതികവിദ്യയുടെ വിപണന സാധ്യതകളെക്കുറിച്ച് ഗിരീഷും സിനിമാ പ്രവർത്തകരുമായി ചർച്ചയിലാണിപ്പോൾ. ദില്ലി ആസ്ഥാനമായ മൂവിംഗ് പിക്ചേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന താൽപര്യം അറിയിച്ചിട്ടുമുണ്ട്. തിയേറ്ററുകളിലെല്ലാം ഒരുപോലെ നടപ്പാക്കിയാൽ സിനിമയെ തന്നെ തകർക്കുന്ന വ്യാജ CD നിർമ്മാണം അവസാനിപ്പിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. സിനിമകളുടെയും ഗാനങ്ങളുടെയും ഒറിജിനൽ CDകളും വ്യാപകമായി കോപ്പി ചെയ്യപ്പെടുകയും വ്യാജ CDകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ CDയിലെ ദൃശ്യങ്ങൾ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ അതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ കറപ്റ്റഡ് ആക്കാനുള്ള സംവിധാനമാണിത്. 2 സംവിധാനങ്ങളും ഒരുമിച്ച് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ വൻ വിജയമാകുമെന്നാണ് ഗിരീശന്റെ പ്രതീക്ഷ. ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഉപകാരപ്രദമായ ചില സംവിധാനങ്ങൾ കൂടി ഗിരീശൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്കിൽ യാത്ര ചെയ്താൽ ബൈക്ക് നിന്നുപോകുന്ന സംവിധാനമാണ് ഒന്ന്. അതിനകത്ത് 2 ടെക്നോളജിയാണ്, 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബൈക്കിലും ഒരു ഡിവൈസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഹെൽമെറ്റിലും ഒരു ഡിവൈസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹെൽമെറ്റും ബൈക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആകുമ്പോഴാണ് എഞ്ചിൻ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഇത് ഹെൽമെറ്റ് അടുത്തുണ്ടെങ്കിൽ എപ്പോഴും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇനി ദീർഘനേരം ഹെൽമെറ്റ് വയ്ക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറ്റാനും സംവിധാനമുണ്ട്. ഹെൽമെറ്റിനുള്ളിലെ AC എന്നാണ് ഗിരീശൻ ഇതിനെ വിളിക്കുന്നത്. ഹെൽമെറ്റിനകത്തെ താപനില നിയന്ത്രിക്കാനുള്ള സംവിധാനമാണിത്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചാൽ വാഹനം ഓഫ് ആകുന്ന സംവിധാനമാണ് മറ്റൊന്ന്. മൊബൈൽ ഫോണിലേക്ക് തരംഗങ്ങൾ എത്തുന്നത് തിരിച്ചറിഞ്ഞ് ആദ്യം മുന്നറിയിപ്പായി ശബ്ദം പുറപ്പെടുവിക്കുകയും എന്നിട്ടും സംസാരം തുടർന്നാൽ വാഹനം ഓഫ് ആക്കുകയുമാണ് ചെയ്യുന്നത്. മൊബൈലിൽ വരുന്ന സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അത് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫോൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയോ ഔട്ട് ഗോയിങ്ങോ ഇൻകമിങ്ങോ ആണ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം ഒരു വാണിംഗ് തരും, ബീപ് സൗണ്ട് തരും. എന്നിട്ട് അത് നിർത്തുന്നില്ലെങ്കിൽ തന്നെ കട്ട് ചെയ്യണം, എഞ്ചിൻ ഓഫ് ചെയ്യണം. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് നിയമപാലനത്തെ എത്രമാത്രം സഹായിക്കാനാകുമെന്ന് തെളിയിക്കുകയാണ് ഗിരീശന്റെ കണ്ടുപിടുത്തങ്ങൾ. ഈ ആഴ്ചത്തെ മണി ടൈം ഇവിടെ അവസാനിക്കുന്നു.